ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് അവധി ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ലിബിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നോടല്ല പറയാനുള്ളത്, എനിക്ക് കോമൺ ആയിട്ടുള്ള പറയാനുള്ളത്. ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് അതിന്റെ ടെൻഷനൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് അവധിയിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞാലും നമ്മൾ LSS USS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. അവധിയൊക്കെയാണ്, നമ്മള് അടിച്ചു പൊളിക്കേണ്ട സമയമൊക്കെ ആണെങ്കിലും LSS USS പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയം കൂടിയാണ്. ഇനി അല്പം തീവ്രമായി പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയം കൂടിയാണിത്. അതെ, നമ്മുടെ യൂട്യൂബ് ചാനലില് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ദേശാഭിമാനിയിൽ അക്ഷരമുറ്റം ഉണ്ടല്ലോ, അക്ഷരമുറ്റത്തിൽ LSS USS പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയാണ്, ആ പരീക്ഷ നോക്കി കാണേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായി തോന്നിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുക എന്നതാണ്. ഇല്ലില്ല, മുഴുവനൊന്നും വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ആദ്യം നമുക്ക് LSS തുടങ്ങാം. അതാണല്ലോ ചെറുത്. അതെ, LSS 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലെയും മുഴുവൻ പാഠഭാഗങ്ങളും പഠിക്കണം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, അത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയവും എല്ലാ പാഠഭാഗവും നമ്മൾ LSS പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കണം. 4ാം ക്ലാസ്സിലും മുൻ ക്ലാസ്സുകളിലും നേടിയ പഠന നേട്ടങ്ങൾ, ആശയങ്ങൾ, ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. അതും നമുക്കറിയാലോ, 4ാം ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്, അതിന് മുന്നേ ഉള്ള വർഷങ്ങളിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഒറ്റ വാക്കിലോ വാക്യത്തിലോ വിശദമായ ഉത്തരം എഴുതേണ്ടതായോ ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുണ്ട്, മലയാളത്തിലൊക്കെ ആണല്ലോ, മലയാളത്തിൽ അല്ലാതെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. വൺ വേർഡ് ഉണ്ട്, ഒറ്റ വാക്യത്തിൽ എഴുതാനുണ്ട്, അതുപോലെ തന്നെ വിശദീകരിച്ച് എഴുതാനും ഉണ്ട്. തുടക്കത്തിലൊക്കെ വൺ വേർഡ് എപ്പോഴും സ്ഥിരം വരാറ്. അനുഭവം അല്ലേ? അതല്ലേ, ഞാൻ തൊട്ടടുത്താണ് എഴുതിയത്. തുടക്കത്തിലെല്ലാം വൺ വേർഡ്, ഒരു 1005 ക്വസ്റ്റ്യനൊക്കെ വൺ വേർഡ്. അത് കഴിഞ്ഞ ഒരു വലിയ മലയാളമാണ്, ആസ്വാദന കുറിപ്പോ എന്തെങ്കിലും ഒരു കുറിപ്പ് വരും. അപ്പൊ ഒറ്റ വാക്കിലോ വാക്യത്തിലോ വിശദമായി ഉത്തരം എഴുതേണ്ടതായ ചോദ്യങ്ങൾ ഉണ്ടാവും. അറിവിന്റെ സ്വാംശീകരണം, പ്രയോഗം, വിമർശനാത്മക ചിന്ത, വിശകലന ചിന്ത, ഗണന ചിന്ത, നിഗമനം രൂപീകരിക്കൽ, നിലപാട് സ്വീകരിക്കൽ, വിലയിരുത്തൽ, സർഗാത്മക ചിന്ത എന്നിവയുമായി ബന്ധപ്പെട്ട ഉയർന്ന ചിന്താ പ്രക്രിയ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും കൂടുതൽ. ഇത് വായിക്കുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും, പറയുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. സാധാരണ ക്വിസ് മത്സരങ്ങളിലുള്ള പോലെ ചോദ്യം ഉത്തരം അങ്ങനെ ആയിരിക്കില്ല. മറിച്ച് ഒരു ചോദ്യം തരും, ആ ഒരു ചോദ്യത്തെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. എങ്കിലും ആ ഒരു ചോദ്യം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്താണോ മനസ്സിലാകുന്നത് അതാണ് നമ്മൾ ഉത്തരവായിട്ട് എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം, ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെ. അതെ, അതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ അല്ല, ചിന്തിക്കണം, ചിന്തിച്ചു വേണം ഉത്തരം എഴുതാൻ. അതാണ് ചിന്താശേഷിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പരീക്ഷയാണ് LSS USS. എനിക്ക് എന്നിട്ട് കിട്ടിയതെന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ നല്ല ചിന്താശേഷിയുള്ള ആളാണ്. അതിന്റെ ഇടയിൽ ബാക്കി വായിക്കുവാണേ. ഭൂരിഭാഗം ചോദ്യങ്ങളും പാഠഭാഗങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കുമെങ്കിലും ഉയർന്ന ചിന്താശേഷി പ്രയോഗിക്കേണ്ട ചോദ്യങ്ങളും ഉണ്ടാവും. നമ്മളിപ്പോ പറഞ്ഞല്ലോ, പാഠഭാഗമായി റിലേറ്റഡ് ആയിരിക്കും, അത് ചിന്താശേഷിയും വേണം. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ഇമ്പോർട്ടന്റ് ആണ്. പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും. അതിന് വളരെ ഈസിയാണ്. അതിന് പാഠഭാഗത്തിലെ ആശയവുമായി ബന്ധിപ്പിച്ച് പൊതുവിജ്ഞാന ശകലങ്ങൾ കണ്ടെത്തി കുറിപ്പാക്കണം. പത്രങ്ങൾ സ്ഥിരമായി വായിക്കണം. ശാസ്ത്രമാസികകൾ, യുറീക്ക, ശാസ്ത്ര കേരളം, തത്തമ്മ പോലുള്ള ശാസ്ത്ര മാഗസിനുകൾ വായിക്കണം. പൊതുവിജ്ഞാനം ലഭിക്കുന്ന ആനുകാലികങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ വായിക്കണം.
ഇന്റർനെറ്റ് സഹായം ഉപയോഗിക്കണം. ദിനപത്രങ്ങളിലെ വിദ്യാഭ്യാസ പേജുകൾ ശേഖരിച്ച് വായിക്കണം. അതെ, അത്തരത്തിലുള്ള എന്താ പഠിപ്പുര, വെളിച്ചം, അതൊക്കെ അത്തരമാണ് വിദ്യാഭ്യാസ പേജ്. സഹപാഠി, ഇതെല്ലാം നമ്മൾ ആ ക്വിസ് അത് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പേജുകൾ വായിക്കണം. ദിനപത്രങ്ങളിലെ വിദ്യാഭ്യാസ പേജുകൾ ശേഖരിച്ച് വായിക്കണം. ഓരോ പാഠം വായിക്കുമ്പോഴും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, സംശയങ്ങൾ എന്നിവ കുറിച്ചിടണം. ഈ രീതി മികച്ച പഠനത്തിന് സഹായിക്കും. ഇതിൽ മുതിർന്നവർക്കും അധ്യാപകർക്കുമാണ് കുട്ടിയെ നന്നായി സഹായിക്കാൻ കഴിയുക. അതായത് നമ്മുടെ പേരൻസും ടീച്ചേഴ്സുമാണ് കുട്ടികളെ സഹായിക്കേണ്ടത്. കുട്ടികൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞത്. പൊതുവിജ്ഞാനം LSS പരീക്ഷയിലെ ഒരു ഇമ്പോർട്ടന്റ് മേഖലയിലെ നിഷാൻ. പൊതുവിജ്ഞാനം, അതായത് ഈ പൊതുവിജ്ഞാനം വെച്ച് പറ്റിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്ന അത്രയും ടഫ് ഒന്നും ആയിരിക്കത്തില്ല. വളരെ ഈസി ചോദ്യം. നമ്മൾ പഠിക്കുന്ന പാഠഭാഗവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പൊതുവിജ്ഞാനം. അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കുക, അതൊക്കെ ചെയ്യുക, അതൊക്കെ പ്രാവർത്തികമാക്കുക. ഇതാണ് LSSുമായി ബന്ധപ്പെട്ടത്. കുറച്ച് ഡീഗോ കേസിനെയും വി നാരായണനൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട പാഠം ഉണ്ടായിരുന്നോ? പിന്നെ സ്പോർട്സുമായി അങ്ങനെയല്ല, എന്തെങ്കിലും പാഠഭാഗം ഉണ്ടായിരുന്നോ? പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടൊന്നും ചോദിച്ചില്ല. അങ്ങനെയില്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ചോദിക്കും. പാഠഭാഗവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം വരും, ഇതും വരും. അപ്പൊ പത്രമൊക്കെ വായിക്കണം, പുസ്തകം വായിക്കണം, മാഗസിൻസ് ഒക്കെ വായിക്കണം. ഇതൊക്കെയാണ് LSSുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ പഠനത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏത് മേഖലകളാണെന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു. ഇനിയാണെങ്കിൽ USSലേക്ക് കിടക്കാം. USS എഴുതാൻ പോകുന്ന പരീക്ഷ ഞാൻ 2 എഴുതിയിട്ടുണ്ടല്ലോ. USS 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുന്നു. പഠന നേട്ടങ്ങൾ, ശേഷികൾ, ആശയങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ പരിഗണിച്ചായിരിക്കും ചോദ്യങ്ങൾ. നേരത്തെ LSSന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അറിവിന്റെ പ്രയോഗം, സ്വാംശീകരണം, യുക്തിചിന്ത, അപഗ്രഥന ശേഷി, വിമർശനാത്മക ചിന്ത, വിശകലന ശേഷി, നിലപാട് രൂപീകരിക്കൽ, വിലയിരുത്തൽ, ഗണന ചിന്ത, പാരിസ്ഥിതിക അവബോധം, സർഗാത്മക ചിന്ത, പ്രയോഗന നൈപുണി എന്നീ ഉയർന്ന ചിന്താശേഷികളെ അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുക. അതെ, LSSലും USSന്റെയും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ചിന്താശേഷി. നമ്മളുടെ തലച്ചോറിനെ വർദ്ധിപ്പിച്ച് അതിന്റെ പ്രയോഗം ഉൾപ്പെടുത്തണം. അതെ, ചിന്താശേഷി. ഈ വർഷത്തെ മാർഗരേഖ വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില മാറ്റങ്ങൾ ഈ വർഷം ഉണ്ടായേക്കാം. അതായത് USS OMR ആവണോ നിർബന്ധമില്ല. അതായിരിക്കാം. എന്തായാലും എന്തോ ഒരു ചെറിയ വ്യത്യാസം. പ്രതീക്ഷ. നിങ്ങൾക്ക് OMR ആയിരുന്നല്ലേ? ഇല്ല, LSS OMR അല്ല. USSന്റെ പ്രതീക്ഷ. അങ്ങനെ. അപ്പൊ എന്തായാലും ഇത്തവണ USS പരീക്ഷയ്ക്ക് എന്തോ ചില മാറ്റങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. സർക്കാർ തീരുമാനമായി ഉത്തരവ് ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഉത്തരവ് എന്താണ്, ആ മാറ്റം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും. ഇതൊരു മത്സര പരീക്ഷയാണെങ്കിലും ആരോഗ്യകരമായ അറിവ് നിർമ്മിതിയുടെ മത്സരമാക്കി മാറ്റാൻ സാധിക്കണം. അധ്യാപകരും രക്ഷിതാക്കളും പഠിക്കാനുള്ള സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം ഒരുക്കണം. അതുകൊണ്ട് USSും കഴിഞ്ഞു. അപ്പം പേരൻസും ടീച്ചേഴ്സും സഹോദരങ്ങളും ഒന്നും ഒരുപാട് പ്രഷർ നൽകലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അക്ഷരമുറ്റം നമ്മളിപ്പോ വായിച്ചു. അതില് LSS USS പരീക്ഷകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ പാഠഭാഗവും എന്ത് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ക്വസ്റ്റ്യൻസ് വരിക എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വാക്കാണ് ചിന്താശേഷി. മതി, അത് മതി. അപ്പൊ എന്തായാലും പരീക്ഷയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പഠന കാര്യങ്ങൾ, പഠന വിഭവങ്ങളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും LSS കിട്ടിയിട്ടുള്ള നിബിനും LSS കിട്ടിയ നിഷാനും ഒപ്പം നിബിൻ.